കേരള സ്വാദിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുക്കീസാണ്. നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു ഗീ ബിസ്ക്കറ്റ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ബിസ്ക്കറ്റാണ്. നമ്മുടെ വീടുകളിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് മൈദയാണ് വേണ്ടിയത്. 250 ml 1 കപ്പ് മൈദ. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചതാണ് വേണ്ടത്. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്. പൊടിച്ച പഞ്ചസാര 1/2 കപ്പ്. മധുരം നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് മധുരം ചേർക്കാം. ഇനി 1 നുള്ള് ഉപ്പ്. ഇനി നമുക്ക് ഏലക്കാപ്പൊടിയോ വാനില എസൻസോ എന്തെങ്കിലും നമുക്ക് ചേർക്കാം. ഏലക്കാപ്പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, വാനില എസൻസ് ആണെങ്കിൽ 1/2 ടീസ്പൂൺ വാനില എസൻസ്. ഞാൻ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. അതാണ് ഏലക്കാപ്പൊടിയെക്കാട്ടി കൂടുതൽ ടേസ്റ്റ്. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നെയ്യാണ്. ഉരുക്കിയ നെയ്യാണ് നമുക്ക് വേണ്ടത്. ചൂട് വേണ്ട. നെയ്യ് ഉരുക്കിയിട്ട് അത് തണുപ്പിച്ചിട്ട് എടുത്താൽ മതി. ഇത് നമുക്ക് ആവശ്യത്തിന്, ഇത് കുഴയ്ക്കാൻ ആവശ്യത്തിന് നെയ്യ് നമുക്ക് വേണം. നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ഇത് കുഴച്ചെടുക്കാം. ഒന്നിച്ചൊഴിക്കാതെ കുറച്ച് എടുക്കണം. എടുത്ത ആവശ്യത്തിന് നമുക്ക് കുഴച്ചെടുക്കാം. നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് കിട്ടണം. ബേക്കറികളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റുള്ള ബിസ്ക്കറ്റാണ്. കൂടുതൽ സാധനങ്ങളൊന്നും ഇതിന് വേണ്ട. 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇത്ര നെയ്യ് മതി. ഒത്തിരി നമുക്ക് കുഴച്ചെടുക്കേണ്ട കാര്യമില്ല. ഉരുട്ടുമ്പോൾ പൊട്ടിപ്പോകരുത്. ആ പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കണം. നല്ലതുപോലെ കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുട്ടിയെടുക്കാം. പിന്നെ ഒരു ബേക്കിംഗ് ട്രേ എടുക്കാം. കയ്യിൽ ശകലം നെയ്യ് തടവിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഒത്തിരി അങ്ങ് പ്രസ് ചെയ്യേണ്ട. ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് പതുക്കെ ഒന്ന് അമക്കി കൊടുത്താൽ മതി. നമുക്ക് ട്രേക്കകത്ത് വെച്ച് കൊടുക്കാം. ബേക്കിംഗ് ട്രേക്കകത്ത് ബട്ടർ പേപ്പർ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഓവനകത്തും സ്റ്റൗവിലും വെച്ച് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗവ് വെക്കാനുള്ള ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഇതിനകത്തൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. എല്ലാം നമ്മൾ ഇതുപോലെ ഉരുട്ടി ട്രേക്കകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓവനകത്ത് 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് 140 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 20 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ സ്റ്റൗവിൽ നമുക്ക് ലോ തൊട്ട് മീഡിയം വരെ നമുക്ക് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് 15 തൊട്ട് 20 മിനിറ്റ് വരെ നമുക്ക് ഓവനകത്ത് വെച്ച് കൊടുക്കാം. ഓവനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. 140 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 20 മിനിറ്റ്. സ്റ്റൗവിൽ നമ്മൾ ഒരു അലൂമിനിയം പാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മണ്ടയ്ക്കൊരു സ്റ്റാൻഡും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്താണ്. അതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് ഈ ട്രേ വെച്ച് കൊടുക്കാം. ട്രേക്കകത്ത് ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. ഒരു കാര്യം മറന്നുപോയി. ഇതിൻ്റെ പുറത്ത് നമുക്ക് നട്ട്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പോ ബദാമോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. പൊടിച്ചത് അതിൻ്റെ പുറത്തിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം. ഹോളില്ലാത്ത അടപ്പ് വേണം അടച്ചു കൊടുക്കാൻ. ആവിയൊന്നും വെളിയിൽ പോകരുത്. ഹോളുള്ളതാണെങ്കിൽ ആ ഹോൾ അടച്ചു കൊടുക്കണം. 15 തൊട്ട് 20 മിനിറ്റ് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ബിസ്ക്കറ്റാണ്. നിങ്ങൾക്ക് സ്റ്റൗവിൽ അലൂമിനിയം പാത്രമോ നോൺ സ്റ്റിക്കോ ഏതെങ്കിലും ഉപയോഗിക്കാം. കട്ടിയുള്ള അലൂമിനിയം പാത്രം ഉപയോഗിക്കണം, അല്ലെങ്കിൽ അതിനകത്ത് തീ കയറും. സ്റ്റൗവിലെ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് കാണിക്കാം. ഓവനകത്ത് വെച്ച ബിസ്ക്കറ്റും നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട്. 20 മിനിറ്റ് കൊണ്ട് സ്റ്റൗവിൽ 20 മിനിറ്റ് ആയിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞിട്ട് ഞാനത് മുറിച്ച് കാണിക്കാം. ബിസ്ക്കറ്റ് 2 ടൈപ്പും റെഡി ആയിട്ടുണ്ട്. രണ്ടും ഒരുപോലെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടി.
നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ബിസ്ക്കറ്റാണ്. ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെയല്ല, ഇതിപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കുകയായതുകൊണ്ട് നല്ല നെയ്യൊക്കെ ചേർത്തുണ്ടാക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഓവനില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, സ്റ്റൗവിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി. നമ്മളെ വീട്ടിലുള്ള നെയ്യും പഞ്ചസാരയും മൈദയും ഒക്കെ വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കുക്കീസാണിത്. ഗീ ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.